എല്ലാവർക്കും നമസ്കാരം. ദ ട്രാവലർ ഫ്രം കോർമൽ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഡിസംബർ അവസാനം മുതൽ ജാനുവരി മധ്യത്തിൽ വരെ നടത്തുന്ന ഒമാൻ്റെ സംസ്കാര സമ്പന്നത ആഘോഷിക്കപ്പെടുന്നതും കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുള്ള വിനോദ പരിപാടികൾ കൊണ്ട് നിറഞ്ഞതുമായ മസ്കറ്റിൻ്റെ രാത്രി ഉത്സവമാണ് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ. ഞങ്ങൾ ഇന്നുള്ളത് അൽ അമറാത്ത് പബ്ലിക് പാർക്കിലാണ്. ഇന്നിവിടെ എൻട്രി ഫ്രീ ആണ്. മസ്കറ്റ് ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു വേദിയായ കൊറം നാഷണൽ പാർക്ക് ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് കൂടിയാവാം ഇന്നിവിടെ കാണുന്ന ഈ വലിയ തിരക്ക്. കുട്ടികൾക്കായുള്ള ഒരു വിനോദ മേഖലയാണിത്. ഒരുപാട് ഗെയിമുകളും ആക്ടിവിറ്റികളും കുട്ടികൾക്കായി ഇവിടെയുണ്ട്. ഓരോന്നിനും പ്രത്യേകം എൻട്രി ഫീ ഉണ്ട്. എല്ലാത്തിനും കുറഞ്ഞത് 1 റിയാൽ ഫീ നിശ്ചയിച്ചിട്ടുണ്ട്. ചില ഗെയിമുകൾക്ക് 2 റിയാൽ വരെയാണ് ഫീ. മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഹിസ്റ്ററി തേടി പോകുമ്പോൾ ഇതാദ്യം അറിയപ്പെട്ടിരുന്നത് മസ്കറ്റ് ഫെസ്റ്റിവൽ എന്ന പേരിലായിരുന്നു എന്ന് കാണാം. ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ വർഷാവർഷം സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പരിപാടികളൊന്നാണിത്. ഈ ഉത്സവത്തിന് രാജ്യത്തിൻ്റെ സമ്പന്നതയും സംസ്കാരവും പാരമ്പര്യവും ആധുനിക വികസനങ്ങളും എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നു. 1998 മസ്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് ഈ മസ്കറ്റ് ഫെസ്റ്റിവൽ ആദ്യമായി ആരംഭിച്ചത്. ഇതിൻ്റെ വേദിയാകുന്നത് അൽ അമറാത്ത് പബ്ലിക് പാർക്ക്, അൽ നസീം പബ്ലിക് പാർക്ക്, കൊറം നാച്ചുറൽ പാർക്ക് ഇവയൊക്കെയാണ്. ഈ ഉത്സവം 2023 മസ്കറ്റ് നൈറ്റ്സ് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്യപ്പെട്ടത്. പുതിയ ആകർഷണവും ആധുനികമായ അനുഭവവും നൽകുന്നതിനായി മസ്കറ്റ് നൈറ്റ് എന്ന പേര് സ്വീകരിക്കപ്പെട്ടു. മസ്കറ്റ് നൈറ്റിൻ്റെ പ്രധാന ആകർഷണം ഒമാനി പാരമ്പര്യങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള നൃത്തങ്ങൾ, സംഗീതം, പാരമ്പര്യ കലകൾ, ഭക്ഷണത്തിൻ്റെ പാരമ്പര്യങ്ങൾ എല്ലാം പുനരാവിഷ്കരിക്കപ്പെടുന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായി പാരമ്പര്യ ഗ്രാമങ്ങൾ തന്നെ പുനഃസൃഷ്ടിക്കുന്നു. അത്തരമൊരു പാരമ്പര്യ ഗ്രാമമാണ് ഈ കാണുന്നത്. ഒമാനി പാരമ്പര്യ വസ്ത്രങ്ങൾ തയ്ക്കുന്ന ഒമാനി സ്ത്രീകളെ ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. അവരുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ ഒരുപാട് പേർ എടുക്കുന്നുണ്ട്. പാരമ്പര്യമായ സംഗീതത്തിനും പരമ്പരാഗത വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിനുമായും കുറച്ച് കലാകാരന്മാർ ഇവിടെ കൂടി നിൽക്കുന്നു. അർഗൂൾ, ദാഫ്, ദബ്ല എന്നിവയൊക്കെയാണ് ഇവരുപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ. അവരുടെ ആ പാരമ്പര്യ സംഗീതം നമുക്ക് കുറച്ച് നേരം ആസ്വദിക്കാം. ഒമാനിലെ പാരമ്പര്യ സംഗീതം ഒരാഴമുള്ള സാംസ്കാരിക പാരമ്പര്യമാണ്. അവിടെ ധാരാളം വ്യത്യസ്ത ശൈലികൾ, ബീറ്റ്, സ്വരങ്ങൾ തുടങ്ങിയവയൊക്കെയുണ്ട്. സംഗീതം ആസ്വദിച്ച് കുറച്ച് നടന്നപ്പോൾ വല നെയ്യുന്ന കുറച്ച് പേരെ കണ്ടു. ഇതും ഒരു പുനരാവിഷ്കരണമായിരിക്കണം.
അൽ അമ്രാദ് പാർക്കിൻ്റെ നടവീതികളിലൂടെ കാഴ്ചക്കാരുടെ മനം കവരാൻ ഇത്തരം ഡാൻസേഴ്സും കലാകാരന്മാരും നൃത്യവാദ്യ ആഘോഷങ്ങളുമായി നടവീതികളിലൂടെ വലം ചുറ്റുന്നു. തൊട്ടപ്പുറത്ത് ഒരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. അത് ചിത്രീകരിക്കാനായി ഞാൻ ആ സ്റ്റേജ് ഷോയുടെ അടുത്തേക്ക് നടന്നു. സ്റ്റേജിൽ കുട്ടികളുടെ നൃത്ത പരിപാടികൾ അരങ്ങേറുകയാണ്. ഇതിലേക്കുള്ള പ്രവേശനം സൗജന്യവുമാണ്. നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിലെല്ലാം ആളുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. വലിയൊരു ജനാവലിയാണ് ഈ കുട്ടികളുടെ സ്റ്റേജ് ഷോ കാണാനായി ഉള്ളത്. ഇതിനിടയിൽ ഞാൻ ചിത്രീകരിക്കാൻ വിട്ടുപോയത് പരമ്പരാഗത ഒമാനി ഭക്ഷണം ആസ്വദിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. സമയം ഏകദേശം 8 മണിയായി. ഞാൻ പതുക്കെ ഫയർ വർക്ക്സ് നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. ഫയർ വർക്ക്സ് എല്ലാം ആകാശ കാഴ്ചകളാണ്. ഒരു 15 മിനിറ്റോളം കണ്ണിൽ വിസ്മയമൊരുക്കി ആകാശം ഇങ്ങനെ തിളങ്ങി നിന്നു. മസ്കറ്റ് നൈറ്റ്സിൻ്റെ തന്നെ മറ്റൊരു വേദി ചിത്രീകരിക്കണമെന്നുണ്ട്. അത്തരമൊരു വീഡിയോയുമായി ദ ട്രാവലർ ഫ്രം കോർമല വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരേക്കും ഗുഡ് ബൈ.